ഹേയ് റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീട് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വീടാട്ടോ. എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ ഒക്കെ ഒന്നിനൊന്നും മെച്ചം പറയാലോ. അങ്ങനത്തെ ഒരു വീട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിലെ അത്താണിക്കൽ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഈ പ്ലോട്ട് വരുന്നത് 20 സെൻറ്റാണ്. 3000 സ്ക്വയർ ഫീറ്റിലാണ് ഈ അടിപൊളിയായിട്ടുള്ള വീട് നിൽക്കുന്നത് കേട്ടോ. അബ്ദുൽ കരീം അതേപോലെ തന്നെ ജുമാന ഷെറിൻ ദമ്പതികൾക്കായിട്ട് 12 ലൈൻ ആർക്കിടെക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ പ്രോജക്റ്റിൻ്റെ വീഡിയോസും അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കോമ്പൗണ്ട് വാളിൽ തന്നെ തുടങ്ങാൻ പറ്റും. കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ പെയിൻറ്റ് കൊടുത്തിട്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് കേട്ടോ ഈ ഭാഗത്തായിട്ടൊക്കെ വരുന്നത്. പിന്നെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാറ്റേൺ രൂപത്തിൽ ഈക്വലായിട്ടുള്ള പാറ്റേൺ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്തായിട്ടും സെയിം ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് ഈ വീട്ടിലേക്കുള്ള എൻട്രി വരുന്നത്. ഇതിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. റോഡിൻ്റെ തൊട്ട് എടുത്ത് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ളത് GIയിലാണ് കേട്ടോ. സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്തായിട്ട് നടക്കാനുള്ള ചെറിയ ഗേറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ കയറി വന്നിട്ട് എന്തുണ്ടെങ്കിൽ മുറ്റത്തൊക്കെ വിരിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് താന്തൂർ സ്റ്റോണാണ്. ഈ ഭാഗത്തായിട്ട് ഒരു ഏരിയ പോലെ സെറ്റ് ചെയ്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ത്രൂ ഔട്ട് ലൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. അവിടെ നോക്കുകയാണെങ്കിലും ഈ ഭാഗത്തായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്തായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് മൊത്തത്തിൽ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ആ ഭാഗത്തായിട്ട് ചെറിയ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യലുണ്ട് ബഡ്ജറ്റ് എത്രയായി, ബഡ്ജറ്റ് പറയണില്ലല്ലോ. ചില വീടുകളിലൊക്കെ നമ്മൾ ബഡ്ജറ്റ് പറയലുണ്ട്. അപ്പോൾ ഈ വീടിന് ഏകദേശം ആയിട്ടുള്ളത് 90 ലക്ഷമാണ് കേട്ടോ. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും ഹാർഡ്സ്കേപ്പിങ്ങും ഒക്കെ കൂട്ടിയിട്ട് വരുന്നത് 1 കോടിയാണ് മൊത്തത്തിൽ വരുന്നത്. ഇത് ചെയ്തിട്ടുള്ളത് 12 ലൈൻ ആർക്കിടെക്ട്സ് പറഞ്ഞിട്ടുള്ള ടീമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ കാഴ്ചകളും ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ഈ 2 ഭാഗത്തു നിന്നും ഈ ഒരു സൈഡ് വ്യൂ നിന്നും അതേപോലെ തന്നെ മുന്നിൽ നിന്ന് നോക്കിയാലും അടിപൊളിയായിട്ടുള്ള വ്യൂ ആണുള്ളത്. രണ്ടും കാണുന്ന വിധത്തിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ചെരിഞ്ഞിട്ടുള്ള കുറേ ഡിസൈനുകൾ കാണാൻ പറ്റും. ആ ഒരു മുകളിലെ ബാൽക്കണീൻ്റെ ഏരിയ നോക്കിയാലും. പിന്നെ ഈ സിറ്റ് ഔട്ട് മൊത്തത്തിൽ ഈ സ്ലാബ് എടുത്തിട്ട് ഒരു ബോക്സ് ടൈപ്പാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ മൊത്തത്തിൽ വരുന്നത്. ഈ ഒരു ഭാഗം എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫുകളാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് ലൈറ്റ്സും കാര്യങ്ങളും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഏരിയ വരുന്നത് അത് RRൻ്റെ ക്ലാഡിങ് ആണ്. ഒരു ഷോവാളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ലൈറ്റ്സ് കൂടുതലായിട്ടും ആ ഭാഗത്തേക്ക് ഡയറക്റ്റ് ചെയ്യണോണ്ട് തന്നെ സ്റ്റെയറിൻ്റെ ഏരിയ കേട്ടോ വരുന്നത്. ആ വിൻഡോ കൊടുത്തിട്ടുള്ളത് അത് ഓപ്പണബിൾ ആയിട്ടുള്ള വിൻഡോ ആണ്. സ്റ്റെയറിൻ്റെ ഏരിയ ആയതുകൊണ്ട് അവിടെ ഒരു ഷോവാൾ ഒരു എക്സ്റ്റീരിയർ ലുക്ക് കിട്ടാനും അതിന് പുറമെ അവിടേക്ക് കൂടുതലായിട്ട് ലൈറ്റ് കിട്ടാതെക്കാൻ വേണ്ടിയിട്ടും ഒരു അത്യാവശ്യത്തിന് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാൽക്കണി ഇത് ബെഡ്റൂമിൽ നിന്നുള്ള ഒരു ബാൽക്കണീൻ്റെ ആണ്. അതിനെ എങ്ങനെയാ വെച്ചാൽ ബോക്സ് ടൈപ്പ് ആക്കിയിട്ടാണ് അതിൻ്റെ സൺഷെയ്ഡും അങ്ങനെയൊക്കെ പുറത്തേക്ക് തള്ളിക്കും വിധത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ മെറ്റീരിയൽ വരുന്നത് GI പൈപ്പാണ്. അതിൽ വുഡ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അവിടുന്ന് വന്നാൽ പിന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിന് നമ്മൾ പറയാൻ വിട്ടു. ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അടിപൊളിയായിട്ട് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വാൾ കൊടുത്തിട്ടുണ്ട്. വാളിൽ ഇവിടെ ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ളൊരു ടൈപ്പാണ്. പിന്നെ ചെടിയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ സിമെൻറ്റിൻ്റെ ഒരു അച്ച് പോലത്തെ സാധനത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കണം. ഇപ്പോഴത്തെ എല്ലാവരും നമുക്കിത് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അങ്ങനെ ചെയ്തിട്ടാണ് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് പ്രത്യേക ഒരു ഷേപ്പിൽ ഡിസൈൻ കൊടുത്തിട്ട് അവിടെ പേൾ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയാൻ പറ്റില്ല, എന്നാലും ഈ ഒരു ഏരിയയിൽ ഈ കോർണർ ഏരിയയിലായിട്ട് ലാൻഡ്സ്കേപ്പിങ്ങും അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരേ പാറ്റേണിലൂടെയാണ് അത് രണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ പേൾ ഗ്രാസിനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബബിൾസൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ബ്രിക്കിൻ്റെ ക്ലാഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ സൈഡ് വ്യൂന്ന് വലിയ
ഒരു ഷോവാൾ മോൽ തോന്നുന്നതിൽ കൊടുത്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻ്റ് ആണ് കേട്ടോ. ഈ വാള് ഈ ഒരു ത്രൂ ഔട്ട് വാള് ഫുള്ള് കൊടുത്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻ്റ് ആണ്. ബ്രിക്കിൻ്റെ കളറായിക്കോട്ടെ വൈറ്റ് ആൻഡ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ വരുന്നത്. ബ്ലാക്കും ടെക്സ്ചർ പെയിൻറ്റുകൾ അവിടെ പിന്നെ ക്ലാഡിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ അതും വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഒരു ഡിസൈനും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു ബോക്സ് ടൈപ്പ് വ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോ ഒക്കെ വരുന്നത് വുഡിലാണ് വിൻഡോ ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്ലൈഡിങ് വിൻഡോ അതേപോലെ തന്നെ ഓപ്പണബിൾ ആയിട്ടുള്ള വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് ഇവിടെയൊക്കെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എലിക്കോണിയ പ്ലാന്റ്സും അതേപോലെ തന്നെ കലാത്തിയ പ്ലാന്റൊക്കെയാണ്, നാച്ചുറലായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ തെങ്ങ് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് തന്നെ പെബിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, വൈറ്റ് പെബിൾസ്. അതൊക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഭംഗി കൂട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിറ്റ് ഔട്ട് സ്പേസ് ആണ് കാണിക്കാനുള്ളത്. ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ എലവേഷൻ ചെയ്തിട്ടുള്ളത്. പറഞ്ഞല്ലോ ചെരിവുള്ള കുറേ ഭാഗങ്ങൾ കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് കാണാം. സിറ്റ് ഔട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്, വീടുകളിലൊക്കെ ഒരു കാൻഡിലിവർ ആയിട്ടാണ് സ്റ്റെപ്പ് ചെയ്യുന്നത്. കാരണം കാലിങ്ങനെ തട്ടിപ്പോവുക ആ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആ താഴെ നോക്കിയാലും അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലൊക്കെ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് കട്നി മാർബിളാണ് കേട്ടോ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വുഡാണ്. ഇത് വുഡാണ് വരുന്നത്. ഇത് RRൻ്റെ ക്ലാഡിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എക്സ്റ്റീരിയറിൽ ആ ഒരു ഷോവാൾ കൊടുത്തില്ല, ആ സെയിം തന്നെയാണ്. ഇത് ടെക്സ്ചർ പെയിൻ്റ് ആണ്. ഈ ടെക്സ്ചർ പെയിൻറ്റ് ഒരു സിമെൻറ്റ് ടെക്സ്ചർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 540 250 കേട്ടോ വരുന്നത്. ഈ ഭാഗത്തായിട്ടൊരു പ്ലാന്റ് വെക്കാൻ പറയുക, ഒരു ബോക്സിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് നാച്ചുറൽ പ്ലാന്റ് ആണ് അതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ വാളിൽ ഒരു റൗണ്ട് വരുന്നുണ്ട്. എക്സ്റ്റീരിയറിൽ നമ്മൾ കാണുമ്പോൾ ഒരു അടിപൊളിയായി തോന്നിക്കണ ആ ഒരു റൗണ്ട് ഇതിന് ഓപ്പണബിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഗ്ലാസും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. എയർ സർക്കുലേഷനൊക്കെ നടക്കുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് തന്നെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിലൊക്കെ ആയിക്കോട്ടെ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്ലസ് കോഫി ടാബിളൊക്കെ കൊടുത്ത ശേഷം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് സ്പേസ് തന്നെയാണ് കേട്ടോ. ഇനി ഇൻഡോർ നല്ല പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുള്ള ഒരു മെയിൻ ഡോർ തന്നെയാണ്. തേക്ക് വുഡിൽ ഇങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതൊരൊറ്റ പൊളിയായിട്ടാണ് വരുന്നത്. നമ്മൾ കാണുന്ന സമയത്ത് ഒരു മുക്കാൽ ആ രീതിയിൽ തോന്നിയെങ്കിലും നല്ല വലിയ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അതിന് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് തന്നെ ഒരു ഓപ്പണബിൾ ആയിട്ടുള്ള വിൻഡോയും വരുന്നുണ്ട്. അവിടെ മെറ്റൽ ആർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രൂ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽസ് നോക്കിയാൽ ഒരു പ്രത്യേകിച്ച് കുറച്ചൊക്കെ നല്ല വലിയതായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകൾ കാണാം. കയറി വരുന്നത് തന്നെ ലിവിങ് സ്പേസിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് 400x375 വരുന്നത്. സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര എലഗൻറ്റ് ലുക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വുഡൻ കളർ ആൻഡ് വൈറ്റ് ഗ്രേ ഒക്കെയാണ് കേർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് വിൻഡോ ആണ്, എക്സ്റ്റീരിയർ കണ്ടിട്ടുള്ള ആ വിൻഡോ ആണ് വരുന്നത് കേട്ടോ. വിൻഡോ ഒക്കെ വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ക്ലാഡിംഗ് ആണ് കേട്ടോ. ബ്രിക്ക് ക്ലാഡിംഗ് ആണ് വരുന്നത്. ഈ വാൾ മൊത്തത്തിൽ ബ്രിക്ക് ക്ലാഡിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. TV യൂണിറ്റും വരുന്നുണ്ട്. TV യൂണിറ്റ് ഈ ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ TV യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇത് പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് GI ആണ്. ഇതിൻ്റെ ഉള്ളിലൊരു സാൻഡ്വിച്ച് രൂപത്തിലാണ്, ഫോക്കസ് ചെയ്താൽ മനസ്സിലാവും, സാൻഡ്വിച്ച് രൂപത്തിലാണ് ഈ ഒരു പാർട്ടീഷൻ ആയിട്ടുള്ള വാൾ കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിവിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ട് ഡിസൈൻ വരുന്നത് പറഗോള ഡിസൈൻ ആണ്. ഇതിൽ 2 ഡെക്കോർ ഐറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ വരുന്നത് ഒരു ഏരിയയാണ്. ഈ ഏരിയൻ്റെ ഇവിടെ ആയിട്ട് ഒരു ഷോക്കേസിങ് ഏരിയ വരുന്നുണ്ട്. ഷോക്കേസിങ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് കാണുന്നത് പ്രെയർ ഏരിയ ആണ് കേട്ടോ. ഇത് മൾട്ടിവുഡാണ്. മൾട്ടിവുഡിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ബാക്കിയൊക്കെ മൈക്ക ലാമിനേഷൻ തന്നെയാണ് വരുന്നത്. കുറേ ഡെക്കോർ ഐറ്റംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ ആ ലിവിങ് സ്പേസിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. അതിൻ്റെ ഈ ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസും അതേപോലെ തന്നെ ഒരു സീറ്റിംഗ് കം സ്റ്റോറേജ് എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് തന്നെയാണ്, മൈക്ക ലാമിനേറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. 2 ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ സീലിംഗ്, ഈ ഒരു സീലിംഗ് നോക്കിയാൽ ത്രൂ ഔട്ട് ആ ഒരു അവിടെ എത്തുന്ന വരെ ഒരു ഫയർ സ്പേസ് പോലെ ഒരു പാസേജ് ഏരിയ പോലെയും ഈ ഒരു സ്പേസ് വരുന്നുണ്ട്. ആ ഏരിയയിൽ ത്രൂ ഔട്ടായിട്ട് സീലിംഗ് കൊടുത്തിട്ടുള്ളത് POP സീലിംഗ് ആണ് കേട്ടോ. ഈ ഭാഗത്തും ഒക്കെ ആയിട്ട് വരുന്നത് POP സീലിംഗ് ആണ്. ഇതൊക്കെ മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
സ്പോട്ട് ലൈറ്റുകളാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. കയറി വന്നാൽ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടത്. ഇതൊരു സ്ക്വയർ മാസ്റ്റർ ബെഡ്റൂമാണ്. 380 സൈസ് വരുന്നത്. ഡോറൊക്കെ ചെയ്തിട്ടുള്ളത് വുഡാണ്. അതിന് പെയിൻറ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ, ഗ്രേ കളറ്. പിന്നെ ഈ വാൾഡ്രോപ്പ് ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ഒരു സ്പേസ് ആണ്, ഒരു ബേ വിൻഡോ പോലത്തെയൊക്കെ സ്പേസ് ആണ് ഇവിടെ വരുന്നത്. അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് കോട്ട് വരുന്നുണ്ട്. കോട്ടിന് രണ്ട് ഭാഗത്ത് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് സൈഡ് ടാബുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് വാളിൽ. സീലിങ്ങും സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ വുഡൻ കളർ തീമൊക്കെ വരുന്നത് മൈക്ക ലാമിനേഷൻ, ബാക്കിയുള്ളതൊക്കെ POP ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കുഷൻ ടൈപ്പാണ്. ഇതിൻ്റെ ഒരു ഹെഡ് പോർഷൻ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ കുഷൻ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു കിങ് സൈസ് ബെഡ് തന്നെയാണ്, ബെഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. മിറർ യൂണിറ്റ് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ വാളിൽ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടാണ് മിറർ വരുന്നത്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും അതേപോലെ തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ഗ്രേ കളറാണ് ഒരു ടോയ്ലറ്റ്, അതായത് വാഷ് ബേസിനും അതേപോലെ തന്നെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ടോയ്ലറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഡൈനിങ് സ്പേസ് കാണാം. ഡൈനിങ് ഏരിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫോയർ ഏരിയ പറഞ്ഞല്ലോ, ആ ഏരിയയിൽ നിന്ന് ഇങ്ങനെ മാറി നിന്നിട്ടാണ് ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസാണ്. ഇത്ര വിശാലത തോന്നിക്കാൻ കാരണം എന്താ വെച്ചാൽ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകൾക്ക് നോക്കിയാൽ ആ ഹൈറ്റിൽ അടിപൊളിയായിട്ടുള്ള ഒരു ലക്ഷറിയസ് ഫീലൊക്കെ തോന്നിക്കുന്ന ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡൈനിങ് ടേബിൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. സിംബോളിൻ്റെ 8x4 ടൈല് വെച്ചിട്ടാണ് കേട്ടോ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡിലാണ് ചെയറൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയൻ്റെ സ്പേസ്, അതായത് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400x435 വരുന്നത്. ഈ വാളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം വരുന്നത് മുകളിലായിട്ട് സ്റ്റഡി ഏരിയ വരുന്നുണ്ട്. അതിൻ്റെ ഇരിക്കാൻ പറ്റുന്ന സെറ്റ് ഒരു ബാൽക്കണി രൂപത്തിൽ പുറത്തേക്ക് തള്ളി വെക്കുന്ന ഒരു ചെരിവ് രൂപത്തിലാണ് ആ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ. അതൊക്കെ GI പൈപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വാള് ത്രൂ ഔട്ട് വിൻഡോ ആണ് വരുന്നത്. മുകളിൽ വരെ ഫുൾ ഹൈറ്റിലാണ് വിൻഡോ കൊടുത്തിട്ടുള്ളത്. കർട്ടൻ കൊടുത്തിട്ടുണ്ട്, ഷിയർ കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ബേസിൻ ഏരിയ കാണാം. വാഷ് ബേസിൻ ഏരിയ മൊത്തം ചെയ്തിട്ടുള്ളത് മൈക്ക ലാമിനേഷൻ കേട്ടോ. ഇതൊരു ഗ്ലോസി ഫിനിഷുള്ള മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടുള്ളത്. വലിയ സൈസിലുള്ളൊരു മിററാണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ടൈലാണ് വരുന്നത്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജാഗോറാണ് ഇതിൻ്റെ എല്ലാം. ബേസിനായിക്കോട്ടെ ടാപ്പ് ആയിക്കോട്ടെ ഇതൊക്കെ ജാഗോറാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ടൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാളിൽ കംപ്ലീറ്റ് പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷനിൽ ഗോൾഡൻ സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒന്നുകൂടി ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. അതും ത്രൂ ഔട്ട്, ഈ വാൾ ത്രൂ ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ വരെ ഉണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഫുഡൊക്കെ, ഇത് കിച്ചണാണ് വരുന്നത്, അപ്പോൾ കിച്ചണിന് ഇങ്ങോട്ട് എടുത്ത് കൊടുക്കാൻ അതിലൂടെ വരുന്നവരും ഒരു സെറ്റപ്പായിട്ട് കുറച്ചൊരു വിശാലത തോന്നിക്കും. ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ കേർട്ടൻ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് കേർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. അത് ബ്ലൈൻഡ് ആയിട്ട് റോമൻ ബ്ലൈൻഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഏരിയ കാണുന്നത് ഈ ഒരു സ്റ്റെയറിൻ്റെയും അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ താഴെയുള്ള ഏരിയയാണ്. അതിൻ്റെ ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് പ്രയർ ഏരിയ. നമ്മൾ ഇവിടെ പറഞ്ഞില്ലേനോ, ആ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ കയറ്റി പ്രയർ ഏരിയ വരുന്നുണ്ട്. ബ്ലൂഷൻ ഉള്ളെടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ മൊത്തം ടൈലാണ്. ഫുള്ളായി ടൈൽ കൊടുത്തിട്ടില്ല, ഒരു 3/4 ഭാഗം ടൈല് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ പ്രയർ ഏരിയ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെയറിൻ്റെ ഭാഗം കാണിക്കാം. ഇതിൻ്റെയൊക്കെ ഡോറ് ഗ്ലാസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രയർ ഏരിയൻ്റെ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ചെയ്തിട്ടുള്ളത് ഡിപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മൊറോക്കൻ ടൈൽ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ നമ്മൾ ആ പാർട്ടീഷൻ വാളുണ്ടല്ലോ, അത് ഇവിടെയും കൂടിയും ബോറാകാത്ത വിധത്തിൽ ഒരു കാണുമ്പോൾ അടിപൊളിയാക്കി തോന്നിക്കും വിധത്തിലാണ് സെറ്റപ്പ് ഉള്ളത് കേട്ടോ. ആ പറകോളായിക്കോട്ടെ അതൊക്കെ ഈ ഒരു ഏരിയനെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാനോ അടിപൊളിയാക്കാനോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറാണ്. സ്റ്റെയറിൻ്റെ പ്രത്യേകിച്ച് ഇത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു സ്റ്റെയർ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഡിസൈനും അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഒരു ഫൂട്ട് ഷേപ്പിലാണ് ഈ ഒരു സ്റ്റെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് സ്റ്റീലാണ്. അതേപോലെ തന്നെ ഇതൊക്കെ വുഡാണ് വരുന്നത്. ഇതൊക്കെ തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഗ്രൂ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫോക്കസ് ചെയ്താൽ കാണാൻ പറ്റും. ഒരു ഫൂട്ട് ഡിസൈനാണ് ഇതിനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഈ ഹാൻഡ് റെയിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് താഴെ ഒരു ബെഡ്റൂം കൂടി വരുന്നുണ്ട്, അത് കാണാം. അത്യാവശ്യം എന്താ പറയുക, ഒരു സ്പേഷ്യസ് ഒക്കെ തോന്നിക്കും വിധത്തിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്.
കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് ബേ വിൻഡോ. കാരണം എന്താ വെച്ചാൽ ഇരിക്കാനും അതേപോലെ തന്നെ കിടക്കാനും അത്യാവശ്യം വീതി തന്നെയാണ് ഈ ബേ വിൻഡോ കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബ് ഉള്ളിലേക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ടും ഫുള്ളായിട്ടുള്ള വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലാമിനേഷൻ ചെയ്തിട്ടുള്ളത് അക്രിലിക്കാണ് മെറ്റീരിയൽ വരുന്നത്. WBC ആണ് കേട്ടോ വരുന്നത്. അതേപോലെ തന്നെ താഴേക്കായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് വരുന്നത് വാൾ തന്നെയാണ്. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നുണ്ട്. ഡ്രസ്സിങ് ഏരിയയും ഒരു കുറച്ചിങ്ങനെ മാറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിങ് ഏരിയ നോക്കി കഴിഞ്ഞാൽ മിറർ യൂണിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഗോൾഡൻ സ്ട്രിപ്പുകൾ വരുന്ന ആ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഡാർക്ക് ആൻഡ് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്പേസുകൾ, സ്റ്റോറേജ് ആയിട്ടുള്ള സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഓപ്പൺ ആയിട്ടും പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു ഗ്രേ കളറിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിപ്പിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ടോയ്ലറ്റിൽ അടങ്ങിയിട്ടുണ്ട്, ബാത്റൂമിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് കിച്ചണാണ്. കിച്ചണ് ഐലൻഡ് കിച്ചണായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കോമൺ ടോയ്ലറ്റ് വരുന്നത് ഇത് ഞാൻ പറഞ്ഞത് പാസേജ് ഫോർ സ്പേസ് വരുന്നുണ്ട്. ആ സ്പേസിൻ്റെ എൻഡിലായിട്ടാണ് കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നത്. കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഇതും ഗ്രേ കളറാണ് ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ കളർ തീം പാറ്റേൺ ബാത്റൂമിൽ ഏകദേശം സെയിം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണ് ഐലൻഡ് കിച്ചൺ, അതായത് ഒരു വിശാലത തോന്നിക്കും. അവിടെ വർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ടാബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലൂട്ടഡ് ഗ്ലാസ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്ലാസ്സാണ് ഫ്ലൂട്ടഡ് ഗ്ലാസ്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, ഡോർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ കയറി വന്നിട്ടുണ്ടെങ്കിൽ സീലിംഗ് ഒക്കെ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കിച്ചണിലും സീലിംഗ് ഹൈലൈറ്റ് ആയി ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വാഷ് ബേസിങ് ഏരിയ, അതായത് വാഷ് ബേസിങ് കിച്ചണിലെ വാഷ് ബേസിങ് ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരു മൂലകലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടൈലാണ് ഇത് വരുന്നത്. വാളിലൊക്കെ ടൈൽ ചെയ്തിട്ടുണ്ട്. അതിൽ ആ ഗോൾഡൻ കളർ വരുമ്പോൾ ഒരു ലക്ഷറീസ്, പിന്നെ അതേപോലെ ഗ്രീനും ഒക്കെ ആയിക്കാണ്ട് അടിപൊളിയാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മിറർ, ടച്ച് ചെയ്താൽ ലൈറ്റ് എത്തുന്ന മിററാണ് കൊടുത്തിട്ടുള്ളത്. ജാഗോറിന് കേട്ടോ ടാപ്പും അതേപോലെ തന്നെ ഇതിൻ്റെ ബേസിനും ഒക്കെ വരുന്നത്. പിന്നെ അപ്പറിലായിട്ട് ക്യാബിനറ്റുകളൊക്കെ വരുന്നുണ്ട്. ഈ ക്യാബിനറ്റുകൾ WBCയിൽ ലാമിനേഷൻ, അക്രിലിക് ലാമിനേഷനാണ് വരുന്നത്. ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു കിച്ചൺ സ്പേസിലാണ് ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് 380 350 യൂട്ടിലിറ്റി സ്പേസിലേക്ക് കണ്ടിന്യൂ വരുന്നത്. ഇതിലും എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു സെയിം പാറ്റേണും ടൈലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് സ്ക്വയറാണ് വരുന്നത്. 380 380 സൈസ് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. 2 ചെയർ ആ ഭാഗത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഭാഗത്തായിട്ട് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഈ മെറ്റീരിയലൊക്കെ വരുന്നത് WBC ആണ് കേട്ടോ. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ക്യാബിനറ്റുകളൊക്കെ വരുന്നത് അക്രിലിക് ലാമിനേഷനാണ്. സിങ്ക് വരുന്നുണ്ട്. ടാൻഡം ബോക്സുകളായിട്ടാണ് കേട്ടോ കിച്ചൻ്റെ ഈ ഏരിയകളൊക്കെ ചെയ്തിട്ടുള്ള ക്യാബിനറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹുക്ക് ആൻഡ് ഹോബ് ഇവിടെ വരുന്നുണ്ട്. ഓപ്പൺ സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ബീച്ച് ആൻഡ് വൈറ്റ് വുഡ്, പിന്നെ ബ്ലാക്കും ഒക്കെ എല്ലാം കുറച്ച് അധികം കളറുകൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, കിച്ചൺ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടൈല് നമ്മൾ വാളിൽ ഫുള്ളായിട്ട് കൊടുക്കാതെ ഒരു 3/4 ഭാഗവും ടൈല് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ടൊക്കെ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള സെയിം ഒരു ഗ്രീൻ കളർ ഗോൾഡൻ ആ ഒരു ടൈലിനെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ വാളിലായിട്ട് വേറെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് ഒക്കെ സെയിം പാറ്റേൺ ആണ് കൊണ്ട് കിച്ചണിലായിക്കോട്ടെ അതേപോലെ തന്നെ എല്ലാ ഏരിയയിലും സെയിം ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെയറിൻ്റെ മുകൾ ഭാഗമാണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയറിൻ്റെ പ്രത്യേകത ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹാൻഡ് റെയിൽ 2 ഭാഗത്തായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വാളിലായിട്ട് അറ്റാച്ച്ഡായി ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ എക്സ്റ്റീരിയറിന് കണ്ടല്ലോ, ലൈറ്റ് കൂടുതലായിട്ട് അവിടെ നിന്നാണ്, ഈസ്റ്റ് ഫേസിങ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ലൈറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു പോർഷനും കൊടുത്തു. അതേപോലെ തന്നെ അവിടെ എക്സ്റ്റീരിയറിന് ഒരു ഹൈലൈറ്റ് ആയും ചെയ്തു. ഈ ഒരു ഷോവാളാണല്ലോ, ക്ലാഡിങ്, RR ക്ലാഡിങ് കൊടുത്തിട്ടുള്ള ആ ഒരു പോർഷനാണ് കാണുന്നത്. ത്രൂ ഔട്ട് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് വിൻഡോസിനൊക്കെ. ഇതൊക്കെ വുഡ് തന്നെയാണ് കേട്ടോ വരുന്നത് താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ കയറി വന്നാൽ ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വ്യൂ ആണ്. നേരെ ഡൈനിങ് സ്പേസിലേക്ക്, ഡൈനിങ് ടേബിളും വാഷ് ബേസിനും അതേപോലെ തന്നെ കിച്ചണും അതൊക്കെ കാണുന്ന ആ ഒരു ഏരിയയാണ് ഈ വരുന്നത്.
പിന്നെ ഒരു ഫോയർ സ്പേസ് പോലെ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് സ്റ്റഡി ഏരിയ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഒരു ലിവിങ് അല്ലെങ്കിൽ ഒരു TV യൂണിറ്റ് മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഏരിയ ആണ്. സെറ്റപ്പ് ഒരു ഹോം തിയേറ്ററൊക്കെ പോലെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് ഗ്ലോസി ടൈപ്പ് മൈക്ക ലാമിനേഷനാണ് ചെയ്തിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാൽക്കണിയാണ് വരുന്നത്. ഈ ബാൽക്കണീൻ്റെ പ്രത്യേകത ഇതിന് ഡോറും നല്ല സൈസ് ഉണ്ട്, സാധാരണക്കാളും നല്ല സൈസിലാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് താഴെ കണ്ടിട്ടുള്ള ആ ഒരു ഗ്രൂ ഡിസൈൻ, ആ ഡിസൈനാണ് ഇവിടെയും ഫോളോ ചെയ്തിട്ടുള്ളത്. ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള വിൻഡോ കൂടി ഇതിന് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എക്സ്റ്റീരിയർ എന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ലുക്ക് കിട്ടുന്നത്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്വിങ്ങിങ് ചെയർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതൊക്കെ വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. താഴത്തേക്ക് ഈ ഒരു പോർഷൻക്ക് ഇത് സിറ്റ് ഔട്ടിൻ്റെ പോർഷനാണ് വരുന്നത്, സിറ്റ് ഔട്ടിൻ്റെ റൂഫാണ് വരുന്നത്. അതിന് താഴത്തേക്ക് ഇറങ്ങാൻ അവിടെ ഓപ്പണൊക്കെ ആക്കാൻ പറ്റും ആ വിധത്തിലാണ്. പിന്നെ ഇതിൻ്റെ ഒരു മുകളിൽ വരുന്ന സൺഷെയ്ഡ് പോലെ കുറച്ചും കൂടി തള്ളി നിന്നിട്ടാണല്ലോ അതിൻ്റെ ഈ ഭാഗം ചെരിച്ചിട്ടാണ് നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇനി നമുക്ക് സ്റ്റഡി ഏരിയ പറഞ്ഞാൽ നേരെ ഈ ഒരു ബാൽക്കണിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് സ്റ്റഡി ഏരിയ വരുന്നത്. സ്റ്റഡി ഏരിയയിൽ ഈ ഒരു പോർഷൻ ഈ ഇരിക്കണത് താഴെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് തോന്നും. ഇതൊക്കെ വുഡാണ് വരുന്നത്. ഇതൊക്കെ സിമെൻ്റ് തന്നെയാണ്. ഐ മീൻ വാളിൽ സ്ലാബ് ചെയ്തതാണ്. അത് മാത്രമാണ് GI മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഇതൊക്കെ WBCയിലാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റൊക്കെ അക്രിലിക്കാണ് വരുന്നത്. ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു താഴെ ഉള്ള സെയിം ആയിട്ടാണ് ബെഡ്റൂമുകളുള്ളത്. അതായത് സൈസ് ആയിക്കോട്ടെ. പിന്നെ അതിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റത്തെ ബെഡ്റൂം പറഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ട് ഇൻറ്റീരിയറും കാര്യങ്ങളും ചെയ്തിട്ടില്ല. വാർഡ്രോബ് ആയിക്കോട്ടെ, മിറർ യൂണിറ്റ് ഒക്കെ സെപ്പറേറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് കൊടുത്തിട്ടതാണ്. ഇതിൻ്റെ ഈ ഒരു ഇതൊക്കെ വരുന്നത് ബെഡ് കോട്ടും കാര്യങ്ങളൊക്കെ. വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് റോമൻ ബ്ലൈൻഡാണ്. ഇതിന് ഷെയർ കർട്ടനുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലൂ ഒക്കെ തോന്നിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. ബെഡ്ഷീറ്റും അതേപോലെ തന്നെ അതിൻ്റെ പിലോസിൻ്റെ കവറൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും ഈ ഒരു ബെഡ്റൂമിൽ വരുന്നുണ്ട്. നമ്മൾ താഴെ കണ്ട സെയിം തന്നെയാണ്. വാഷ് ബേസിനും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയൊക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി മുകളിലെ രണ്ടാമത്തെ ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ് കേട്ടോ വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഇത് കിഡ്സ് ബെഡ്റൂം ആക്കിയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. വിൻഡോൻ്റെ എന്താ പറയുക റോമൻ ബ്ലൈൻഡാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനും ബാൽക്കണി വരുന്നുണ്ട്. നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ടല്ലോ ആ ഒരു സംഭവമാണ് വരുന്നത്. GI ആണ് ഈ മെറ്റീരിയൽ. ഇവിടെ പെയിൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. നല്ല ഇവിടെ കാറ്റായിക്കോട്ടെ വെളിച്ചായിക്കോട്ടെ ഡയറക്റ്റ് കിട്ടുന്ന വിധത്തിൽ ഗ്ലാസ് ഒന്നും കൊടുക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിൻഡോ ഒക്കെ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ കാണുന്ന വിധത്തിലുള്ളൊരു സെറ്റപ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എക്സ്റ്റീരിയറിലും അതേപോലെ തന്നെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയയും കൂടെയാണ് നമുക്കിങ്ങനെ വെറുതെയൊക്കെ പോയിരിക്കാൻ പറ്റിയിട്ടുള്ള. ഇനി ഇതിന് ഡ്രസ്സിങ് ഏരിയ നമ്മൾ താഴെ കണ്ട പോലെ സെയിം ആ ഒരു ജസ്റ്റ് വിട്ടിട്ടാണ് വരുന്നത്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്താൽ ആ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് സെയിം കളർ പാറ്റേൺ ടൈലും ഒക്കെ അത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഈ ഭാഗത്തായിട്ടൊക്കെ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ടൈലാണ് വരുന്നത്. എല്ലാ ഏരിയയും ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ, അതേപോലെ വാഷ് ബേസിൻ ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീട് വരുന്നത്. എന്തായാലും ഇനി ക്ലയൻ്റ് ഉണ്ട്. ക്ലയൻറ്റിനോട് നമുക്ക് വീട് എങ്ങനെ ഉണ്ട് ഇത് ചെയ്തിട്ടുള്ളത് 12 ലൈൻ ആർക്കിടെക്ട് പറഞ്ഞിട്ടുള്ള ടീമാണ് കേട്ടോ. അപ്പോൾ നിൽക്കുന്നത് അത്താണിക്കലാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് എന്നാൽ കുറേ ഭയങ്കര എക്സ്ട്രാ ആക്കിയിട്ട് ചെയ്തിട്ടില്ല. ഒക്കെ ആവശ്യത്തിനുള്ള അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. നല്ല അടിപൊളി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അതിന് ടോട്ടൽ വന്നിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് ക്ലയൻറ്റിൻ്റെ റിവ്യൂ കൂടി ചോദിച്ചു നോക്കാം. ഒരു വീട് ഇത്രത്തോളം ഒരു സ്വപ്നം നെയ്തെടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ക്ലയൻറ്റിൻ്റെ എന്താണ് ഓല അഭിപ്രായം കൂടി നമുക്കൊന്ന് ചോദിക്കാം. ഈ വീട് ഇത്രയും അടിപൊളിയാക്കി ചെയ്തിട്ടുള്ള എൻജിനീയർ നമ്മളെ കൂടെ ഉണ്ട്. അതേപോലെ തന്നെ ക്ലയൻറ്റും ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെട്ടുകൊണ്ട് തന്നെ തുടങ്ങാം. ഹായ്, പിന്നെ ഞാൻ ഷാവുൽ ഹമീദ് എൻജിനീയറാണ്. പിന്നെ 12 ലൈൻ ആർക്കിടെക്ട്സിൻ്റെ ചീഫ് ഡിസൈനറാണ്. നമ്മൾ ഈ ഒരു വീടിൻ്റെ ഒരു കൺസെപ്റ്റിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2-3 ഇയേഴ്സ് ബാക്കില്ല. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെയായിരുന്നു ഇതിൻ്റെ ഈ പ്ലോട്ടിൻ്റെ റോഡ് ലെവലിൽ നിന്ന് അത്രയും ഹൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നൊരു പ്രൊജക്റ്റ് ആയിരുന്നു നമുക്ക്.
പിന്നെ ഒരു കണ്ടംപററി സ്റ്റൈലിൽ സാധാരണ കാണുന്നൊരു ഇതിനൊരു ഇംഗ്ലൈൻഡ് ഷേപ്പിലൊക്കെ ആയിരുന്നു നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിക്ക് 3000 സ്ക്വയർ ഫീറ്റ് തന്നെ നമുക്കിത് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ രീതിയിൽ നമുക്ക് ഒരു കണ്ടംപററി ഡിസൈൻ വിത്ത് മിനിമൽ ഇൻറ്റീരിയർ ഡിസൈൻ എന്നായിരുന്നു നമ്മൾ. അങ്ങനത്തെ അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്കൊരു വെളിച്ചം ലൈറ്റിങ് ഇവർക്ക് പ്രധാനമായിരുന്നു. അപ്പോൾ അതിനുള്ള ഡബിൾ ഹൈറ്റ് ഏരിയ, ഡബിൾ ഹൈറ്റിലുള്ള വിൻഡോസ്, പിന്നെ വിൻഡോസിൻ്റെ സൈസ് ഇവിടെയൊക്കെ നമുക്ക് വലിയ വലിയ വിൻഡോസുകളൊക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റിക്വയർമെൻറ്റിൽ മെയിനായിട്ട് ഇതൊക്കെ തന്നെയായിരുന്നു. കിച്ചണും അതേമാതിരിക്ക് കിച്ചണും ഡൈനിങ്ങും പിന്നെ ഒരു പോർഷനിലോട്ട് വെക്കുന്നതും പിന്നെ ഇതിൻ്റെ ഷെയർ ചെയ്യേണ്ട ഒരു ഇതൊക്കെ നമുക്കൊരു ലൈറ്റിങ്ങിനോട് അനുകൂലമായിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. ഞാൻ അബ്ദുൽ കരീം, പിന്നെ എൻ്റെ വൈഫ് ജുമാന ഷെറിൻ, 2 മക്കളാണ്. മൊത്ത പെണ്ണാണ്, താഴെയുള്ളത് ആൺകുട്ടിയാണ്. പിന്നെ ഞാൻ വീട് വെക്കണമെന്ന ആഗ്രഹത്തിൽ പിന്നെ ഷാവുൽ നമ്മളെ നാട്ടിലുള്ള തന്നെയാണ്, നമ്മൾ ചെറുപ്പം മുതൽ അറിയണതാണ്. പിന്നെ അവൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം തന്നെ അവനതിൻ്റെ സത്യം പറഞ്ഞാൽ അന്ന് തന്നെ അവനതിൻ്റെ ഒരു പ്ലോട്ടിൻ്റെ ഒക്കെ ഒരു ഏകദേശം പ്ലാനൊക്കെ തന്നിട്ട് ഞങ്ങൾ ഫൈനലാക്കി. പിന്നെ 3D ഡിസൈൻ അതുപോലെ 2-3 ഐറ്റംസും കാണിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഏതായാലും അൽഹംദുലില്ലാ ഒക്കെ നല്ല ഉഷാറായി. പിന്നെ പറഞ്ഞ പോലെ തന്നെ വർക്കുകളൊക്കെ നമ്മൾ ഫോട്ടോത്തിൽ പിന്നെ 3D ഡിസൈൻ കണ്ട് അതുപോലെ തന്നെ വർക്കൊക്കെ ഫിനിഷായി കംപ്ലീറ്റ് ആയി. ഹാപ്പിയാണ്. പുതിയൊരു വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ.